ഹായ് എവ്രിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ ജോബ് അപ്ഡേറ്റുമായിട്ടാണ്. KS വിജ്ഞാപനം 2025 വന്നിട്ടുണ്ട്. താല്പര്യയോഗ്യതയുമുള്ളവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാം. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഡെയിലി ഞാനിടുന്ന ജോബ് അപ്ഡേറ്റിനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. KS വിജ്ഞാപനം 2025 കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇപ്പോൾ KS ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS ഓഫീസർ ട്രെയിനി ഒഴിവുകളിലായി മൊത്തം 31 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വാക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ്. നല്ലൊരു ജോബാണ്. ഈ ജോലിക്ക് ഓൺലൈനായിട്ട് 2025 മാർച്ച് 7 മുതൽ 2025 ഏപ്രിൽ 9 വരെ അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 1/2025 3/2025. തസ്തികയുടെ പേര് KS ഓഫീസർ ട്രെയിനി. ഒഴിവുകളുടെ എണ്ണം 31. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 77,200 രൂപ മുതൽ 1,40,500 രൂപ വരെയാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. ഗസറ്റിൽ വന്ന തീയതി 2025 മാർച്ച് 7. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഏപ്രിൽ 9 മുമ്പേ ആയിട്ട് താല്പര്യയോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നൽകേണ്ടതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. സ്ട്രീം 21-32, 2/1/1993 1/1/2004 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് 2 തീയതികളും ഉൾപ്പെടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. മുകളിൽ പറഞ്ഞ തീയതികളിൽ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കാൻ അർഹതയുള്ള സംവരണ വിഭാഗങ്ങളിലേക്ക് സ്ട്രീം 2 21-40 മാറ്റങ്ങൾ അനുവദനീയമാണ്. 2/1/1985 1/1/2004 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് 2 തീയതികളും ഉൾപ്പെടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. പ്രായപരിധിയിൽ ഇളവ് ലഭിക്കാൻ അർഹതയുള്ള സംവരണ വിഭാഗങ്ങളിൽ മുകളിൽ പറഞ്ഞ തീയതികളിൽ മാറ്റങ്ങൾ അനുവദനീയമാണ്. സ്ട്രീം 3 1/1/2025 50 വയസ്സ് തികയാൻ പാടില്ല. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് പറയുന്നത്. KS ഓഫീസർ ട്രെയിനി ബാച്ചിലർ ഡിഗ്രിയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് KS വിജ്ഞാപനം 2025 എങ്ങനെ അപേക്ഷിക്കാം എന്നാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.government.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ നൽകേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.